GS എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാപനത്തിലും ഒരു 4 കുട്ടികൾ വീതമുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്തതിന് ശേഷം ഏതെല്ലാം രീതിയിൽ എമിഷൻ കുറയ്ക്കാൻ പറ്റുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ച് പ്രപ്പോസൽസ് ഉണ്ടാക്കുക, നമ്മളത് ഗൈഡ് ചെയ്യും. അതൊരു പ്രോജക്റ്റ് നമ്മൾ കേരളത്തിൽ ആരംഭിക്കാൻ പോവാണ്, ഗ്രീൻ എനർജി സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്. കാർബൺ എന്താണെന്നും കാർബൺ എമിഷൻ എന്താണെന്നും അവർ വളർന്നു വരുമ്പോൾ ഈ പറയുന്ന 2070 2050 ടാർഗറ്റ് നമ്മൾ ഇവിടെ ഈ 2025 26 വെക്കുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ ബാധ്യതപ്പെടുന്നത് ഈ കുട്ടികളെ, ഇന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണത് മീറ്റ് ചെയ്യാൻ ബാധ്യതപ്പെടുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് അവർ മീറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ നാളത്തെ പൗരന്മാരായി വരുന്നവർക്ക് ഇത് ഒരു പുതിയ കാര്യമായിട്ട് വന്നേക്കാം. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഇതിൻ്റെ നോളജ് ഗ്രോത്ത് വളരെ വലുതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു സ്റ്റാൻഡേർഡ് കരിക്കുലത്തിൽ പർട്ടിക്കുലർലി സ്റ്റേറ്റ് സ്കൂൾസിലും ഒക്കെ വരാനായിട്ടുണ്ട്. കാരണം ലാർജർ പോപ്പുലേഷൻ അവിടെയാണ് ഇരിക്കുന്നത്. ജനറൽ പബ്ലിക്കിനിടയിലുള്ള അവയർനെസ്സും കുറവാണ്. ഞങ്ങൾ ഈ ഹാൻഡ് ബുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഗ്രീൻ എനർജി ഫോറം ആയതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹാൻഡ് ബുക്ക് നമ്മൾ പ്രിൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ സ്കൂളുകളിലും ഇത് അതാത് ക്ലബ്ബുകളിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയും നമ്മുടെ ഡെയിലി ലൈഫിൽ ChatGPT മുതലായ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് സ്കൂൾ കുട്ടികൾ വരെ ഹോംവർക്കും അസൈൻമെൻറ്റും ഒക്കെ ചെയ്യുന്നത് ChatGPT പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ്. പക്ഷേ നമ്മൾ ChatGPTയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എമിഷൻ എത്രയാണെന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. അതായത് അവർ ചെയ്യുന്നത് എന്താണെന്നും എനർജി ഇൻറ്റൻസിറ്റി അവരെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അവരറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ പറയുന്ന സാധനങ്ങളും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എങ്കിൽ ഇതിന് കോമ്പൻസേറ്ററി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വിവരമാണ് നമ്മൾ സ്കൂൾ കുട്ടികളിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. കോളേജ് കുട്ടികളിലും പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഞങ്ങളുടെ ഗ്രീൻ എനർജി ഫോറത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ക്യാച്ച് ദം യങ്. അവർ ഒരു 3rd സ്റ്റാൻഡേർഡ് മുതൽ 7th സ്റ്റാൻഡേർഡ് വരെയുള്ള ആ കാലഘട്ടത്തിൽ അവർക്ക് ഈ കാര്യങ്ങൾ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായിട്ട് അവർ വളരുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ ഫോക്കസ് ചെയ്ത 3 കോർ ഏരിയാസ് ഫുഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ സുപരിചിതമായ ചില കാര്യങ്ങൾ കാണാം. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്സ് ആണ്. ഈ ഫാസ്റ്റ് ഫുഡ്സ് കാർബൺ എമിഷൻസിനെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഒരു ബീഫ് ബർഗറോ ഒരു ചിക്കൻ ബർഗറോ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എമിഷൻസ് എന്താണ്, മറിച്ച് നമ്മൾ കാലാകാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സ്റ്റേപ്പിൾ ആയിട്ടുള്ള അരിയോ പരിപ്പോ അതുപോലുള്ള സ്റ്റേപ്പിൾ ഫുഡ്സ് എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ചപ്പാത്തി, അതിൻ്റെയൊക്കെ കാർബൺ എമിഷൻസ് എന്താണ്, പാഡി ഗ്രോത്തിന് കാർബൺ എമിഷൻസ് ഉണ്ട്, അഗ്രികൾച്ചറിന് കാർബൺ എമിഷൻസ് ഉണ്ട്. ഈ നോളജ് നമ്മൾ പകർന്നു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി. അതുകൊണ്ട് അതിൻ്റെതായ ചില ഡിലേസ് നമുക്കുണ്ട്. ഗ്രീൻ എനർജി ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് അറ്റ് ദ ബേസ്, ഏറ്റവും താഴെത്തട്ടിൽ സ്കൂൾ ലെവലിൽ നമ്മൾ എത്തുക. ഈ എത്തുന്നത് വഴി നെക്സ്റ്റ് 10 ഇയേഴ്സിനുള്ളിൽ അവെയർ ആയിട്ടുള്ളൊരു ലാർജ് സമൂഹം നമുക്കുണ്ടാക്കുക. നീഡ് ആൻഡ് ഗ്രീഡിൻ്റെ ബാലൻസ് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കുക. നീഡ് എന്താണ്, ഗ്രീഡ് എന്താണ്. അതായത് പണ്ട് നമ്മൾ നമ്പർ ഓഫ് ഡ്രസ്സസ് നമുക്കുള്ളത്, നമ്പർ ഓഫ് ഷൂസ് നമുക്കുള്ളത്, നമുക്ക് ചേഞ്ചസ് എന്തൊക്കെയാണ് വന്നേക്കണം ലൈഫ് സ്റ്റൈലിൽ, കംഫർട്ട്, എയർ കണ്ടീഷനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, വാഹനങ്ങൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ സ്കൂൾ കുട്ടികളിൽ നിന്നും പറഞ്ഞു തുടങ്ങണം. കാരണം ഇത് ഫണ്ടമെൻ്റൽ കോർ എസൻസ് ആണ് വി ആർ ഫേസിങ്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്.